നമുക്കൊന്ന് മീൻ മുളക് പുരട്ടി എങ്ങനെ സൂക്ഷിക്കാമെന്ന് നോക്കാം. വരൂ കൂട്ടുകാരെ. മീൻ വറുക്കുമ്പോൾ പുരട്ടാനായിട്ടുള്ള ചേരുവകളെല്ലാം ചേർത്ത് നമുക്ക് പേസ്റ്റാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില, ഇഞ്ചി, ഒരു പിഞ്ച് ഉലുവ, പെരുംജീരകം, കറിയാമ്പ്, കുരുമുളക് അതും കൂടി ചേർക്കുക. അതിൻ്റെ കൂടെ ഞാനിത് എടുത്തിരുന്നത് ജാതിപത്രി, കറുവാപ്പട്ട, ഏലക്കയുടെ കുരുവാണ് അതും കൂടി ചേർക്കാം. മസാല പൊടിയെല്ലാം ഞാൻ സാധനങ്ങളായിട്ടാണ് ചേർക്കുന്നത്. ഇത്രയും സാധനങ്ങൾ ചേർക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി ചെയ്യാം. ഇതിലേക്ക് ചെറുനാരങ്ങ നീര്, ഇത്രയും സാധനങ്ങളാണ് പൊടിച്ച് പേസ്റ്റ് ആക്കാനായിട്ടുള്ളത്. കണ്ടോ, അതെല്ലാം മസാലകളെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മീനിൽ പരട്ടാനായിട്ട് ഒരു ചട്ടിയിലേക്ക് പകർത്താം. കണ്ടോ,
ഇനി നമുക്ക് മീൻ കഴുകിയെടുക്കാം. വെട്ടി ക്ലീനാക്കി ക്ലീനാക്കിയത് കൊണ്ട് നല്ല പണി എളുപ്പമാണ്. അല്ലാന്നുണ്ടെങ്കിൽ കൈക്ക് ഭയങ്കര ബലം വേണം ഇതിൻ്റെ മുള്ളൊക്കെ വെട്ടണമെങ്കിൽ. പിലോപ്പിയാണത്. തിളപ്പിക്കാനും തക്കാളി ഇട്ട് തിളപ്പിക്കാനും വറുക്കാനും ബെസ്റ്റാണത്. പിന്നെ വറുത്ത് മറ്റേ ഫിഷ് മോളിക്കൊക്കെ ഉപയോഗിക്കോട്ടോ. കൂടുതലും കരിമീനാണ് ഫിഷ് മോളിക്ക് ബെറ്റർ. നമുക്കൊരു ദിവസം അതൊക്കെ ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. പിലോപ്പി എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇതുണ്ട്. ഇപ്പം ഞാൻ എല്ലാം വറുക്കാനായിട്ട് എല്ലാം വരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ വയറിൻ്റെ അകത്തൊരു കറുത്ത പൊടി പോലെ പിടിച്ചിട്ടുണ്ടാവും. അത് നമ്മളിങ്ങനെ വിരൽ കൊണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കളയണം. അയിലടയാണെങ്കിലും അതങ്ങനെ കളയണം. അതിരുന്നാൽ അതിന് മീൻ ടേസ്റ്റ് കുറയും. അത് കളഞ്ഞാൽ ആണ് കുറേ കൂടി മീൻ ടേസ്റ്റ് കിട്ടും. ഇതിൻ്റെ അകത്ത് അത് കളയണം. ഇതിൻ്റെ അകത്തൊരു കറുത്ത ഇതുണ്ടാവും. അത് നമ്മൾ വിരലുകൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഒരു വഴുവഴുപ്പും അതൊക്കെ അങ്ങ് പൊക്കോളും. അങ്ങനെ എല്ലാ മീറ്റിൻ്റെയും കളയണം ഈ ഇങ്ങനെയുള്ള മീനുകൾക്ക്. അതിലേക്ക് പിലോപ്പിക്കുമാണ് അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട. ആ കറുത്ത ഒരു ഇതുണ്ടാവും, അത് കളയണം. എല്ലാ മീത്തിൻ്റെ ഉള്ളിൽ നിന്നും അത് കളയണം. നല്ലൊരു ബ്ലാക്ക് പോയി കഴിയുമ്പോൾ നല്ലൊരു പിങ്ക് കളർ പോലെ ഉണ്ട്, അതുപോലെ വരും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട ചേരുവകളെല്ലാം ചേർക്കാം. കഴുകി നന്നായി നീറ്റാക്കി എടുത്തിട്ടുണ്ട്, വരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ പേസ്റ്റുകളൊക്കെ ചേർക്കാം. ഉണ്ടാ മിക്സിയിൽ അടിച്ചെടുത്തില്ലേ, ആ പേസ്റ്റാണ്. വേപ്പില, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ
കറിയാമ്പ്, ഏലക്ക, ജാതിപത്രി, പിന്നെന്തായിരുന്നു, ഉലുവ, ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ പേസ്റ്റാക്കി എടുത്തതാണ്. ചെറുനാരങ്ങയും പിഴിഞ്ഞതുണ്ട് അതിൽ. ഇത്രയും സാധനങ്ങളും കൂടി പേസ്റ്റാക്കിയതാണിത്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ നേരത്തെ മീൻ വറുത്തിരിക്കുന്നെടുത്ത് അതിൻ്റെ മുളക് പുരട്ടിയതാണ് ഇട്ടിരിക്കുന്നത്, ചുമന്ന കളറിൽ. അപ്പോൾ പോരാത്ത മഞ്ഞൾപ്പൊടി, മുളക് പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. മഞ്ഞൾപ്പൊടി, മീനൊക്കെ ആകുമ്പോൾ മഞ്ഞൾപ്പൊടി നന്നായിട്ട് ചേർക്കണം. അടുത്തതായി മുളക് പൊടി ചേർക്കാം. ഇതിനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൽ നമ്മൾ ഉപ്പിടാൻ വിട്ടുപോയേ. ഉപ്പ് മെയിനാണ്, അതിൽ ഒരു കാര്യമില്ല. ഒരു മിനിറ്റ്. ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്ത് ചേർക്കാം. ഈ മസാല മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കിയ ശേഷം വേണമെങ്കിലും പുരട്ടാട്ടോ. ഇതിൽ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്യുക ചെയ്യണത്. പേസ്റ്റാക്കിയിട്ട് പറ്റിയാലും മതി. ഇങ്ങനെ പറ്റിയാലും എല്ലാം അതിലേക്ക് കിട്ടും. വീണ്ടും നമ്മൾ മറിച്ച് ഇതിൻ്റെ വയറിൻ്റെ ഉള്ളിലും ഒക്കെ നമ്മളിങ്ങനെ മറിച്ച് പരട്ടി കൊടുക്കും. നമ്മൾ മസാല എല്ലായിടത്തും പിടിക്കണമല്ലോ. വയറിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ മസാലയൊക്കെ. തിരിച്ചു മറിച്ചൊക്കെ പുരട്ടി കൊടുക്കണം നന്നായിട്ട്. എന്നുവെച്ചാൽ വെളുത്തുള്ളിയുടെയൊക്കെ ആ പേസ്റ്റൊക്കെ എല്ലാത്തിലും കിട്ടണം. എന്നിട്ട് ഇതിങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാം. പുരട്ടി ഓരോ കണ്ടെയ്നറിലാക്കിയിട്ട് പ്ലാസ്റ്റിക് ബോട്ടിലോ നമ്മൾ ഇത് ബിരിയാണിയൊക്കെ വാങ്ങിക്കുമല്ലോ അതിൻ്റെ കണ്ടെയ്നറിലായിട്ട് വെച്ചാലും മതി. അല്ലെങ്കിൽ ചെറിയ ചെറിയ ട്രേകളൊക്കെ ഉള്ള ആളുകൾ കുഴപ്പമില്ല, അതിൽ വെക്കാം. ഇതിങ്ങനെ അടുക്കി വെച്ചിട്ട് നമുക്ക് ഓരോന്നും ആവശ്യത്തിനനുസരിച്ച് എത്ര വേണം എന്ന് വെച്ചാൽ അതനുസരിച്ചെടുത്ത് വറുക്കാം. ഓക്കെ, നന്നായിട്ട് എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ പുരട്ടി കൊടുക്കുക. നന്നായി പിടിക്കേണ്ടതുണ്ട് ഇതിൽ. കണ്ടോ? നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഞാൻ നേരത്തെ റെഡ് കളറിൽ കാണുന്നതേ നേരത്തെ വറുത്തെന്ന് പറഞ്ഞല്ലോ മീൻ, അതിൻ്റെ ബാക്കിയുണ്ടായ ചെറിയ ചട്ടി ആയതുകൊണ്ട് അതിൻ്റെ ബാക്കിയുള്ള വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. കുറച്ചുണ്ടായില്ല, എന്നാലും ഞാൻ ഇതിലേക്ക് ഒഴിച്ചതാണ്. കുറേ വറുക്കുന്നില്ലല്ലോ, നമ്മൾ ഓരോന്നോരോന്നായിട്ടല്ലേ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഓരോ മീനിട്ട് ഫ്രൈ ആക്കി എടുക്കാം.
വളരെ നേരി തീയിലിരുന്നായാൽ മതി കേട്ടോ, അല്ലെങ്കിൽ പുറം ഭയങ്കരമായിട്ട് മൊരിഞ്ഞിരിക്കും, അകം വേവാതെ ഇരിക്കും. അതുകൊണ്ട് നേരി തീയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. വളരെ ഇതിൽ തന്നാലും കുഴപ്പമില്ല. കണ്ടോ, നേരി തീ. വളരെ നേരി തീയിലിരുന്നായാൽ മതി. ഓക്കെ, ഇനി അതവിടെ പതുക്കി ഇരുന്ന് ആവട്ടെ. എനിക്കിപ്പോൾ ആ 2 വറുത്താൽ മതി. ബാക്കിയുള്ള 2 ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പോകുന്നു. പിന്നെ വേറൊരു ദിവസം എടുത്ത് വറുത്ത് വെച്ചാൽ മതി എനിക്ക്. ഞാനിതിങ്ങനെ തന്നെ എല്ലാം പുരട്ടി ഫ്രീസറിലെടുത്ത് വെക്കും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോവും. ഇതാകുമ്പോൾ അതിൻ്റെ നാരങ്ങയുടെ ടേസ്റ്റും എല്ലാ മസാലയുടെ ടേസ്റ്റൊക്കെ ഇത് ഇരുന്നങ്ങ് നന്നായിട്ട് പിടിച്ചോളും. അല്ലാന്നുണ്ടെങ്കിൽ പച്ച മീനാണ് നമ്മൾ ഫ്രീസറിൽ വെക്കുന്നതെങ്കിൽ ഇതുപോലെയുള്ള ട്രേകളിൽ കണ്ടോ, ഇതുപോലെയുള്ള ട്രേകളിൽ വെള്ളം നിറച്ചിട്ട് അതിലിട്ട് വെക്കണം. അപ്പം അതിൻ്റെ ഞങ്ങളുടെ ഒരു മീര ചേച്ചി പറഞ്ഞു തന്നാണ്, പുള്ളിക്കാരി അങ്ങനെ പറഞ്ഞ ശേഷം ഞാൻ അങ്ങനെയും ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ഇതാണ്. എന്താണെന്ന് വെച്ചാൽ അല്ലാതെ നമ്മൾ വെറുതെ പച്ച മീൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ ചുളുങ്ങി ഡ്രൈ ആയിട്ട് ടേസ്റ്റും പോകും, തൊലിയൊക്കെ ചുളുങ്ങി ജലാംശമൊക്കെ നഷ്ടപ്പെട്ട് ഒരു രുചി ഉണ്ടാവില്ല. ഇത് നമ്മൾ വെള്ളം നിറച്ച് വെച്ചിട്ട് അതിൽ മീനിട്ട് വെച്ച് കഴിഞ്ഞാൽ ഐസിട്ട് വെക്കില്ലേ, നമുക്ക് കാലങ്ങളോളം വെച്ചിട്ടുള്ള നമുക്ക് മീൻ ഇവിടെ കിട്ടുന്നത് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടല്ലേ ഇരിക്കുന്നത്, അതുപോലെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് അതിൽ മീൻ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഐസിലിട്ട മീൻ ഇരിക്കുന്ന പോലെ ഇരുന്നോളും ഫ്രീസറിൽ വെച്ച് കഴിയുമ്പോൾ. ഓക്കെ, അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും, ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇങ്ങനെ വെക്കുന്നത് നമുക്ക് മസാലയെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇങ്ങനെയും ചെയ്യാം, അതുപോലെയും ചെയ്യാം.